ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് കമല വ്ളോഗ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട്, മാനന്തവാടിക്ക് ടെസ്സിനും ജ്യോതിക്കും. അപ്പം ഞങ്ങളിന്ന് ചുമ്മാ പുറത്ത് വരെ പോയിട്ട് വരാൻ വിചാരിച്ചു. അവരുടെ വീട് പടിഞ്ഞാറത്തറയാണ് കേട്ടോ രണ്ടുപേരുടെ. അപ്പം രണ്ടുപേരും അവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ട്. അവരിപ്പം മാനന്തവാടി എത്തും, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലുമില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് അതിനെക്കുറിച്ചായിരിക്കും. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇതിവിടെ നഗരവനത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ജ്യോതി അച്ചു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ ഇങ്ങോട്ടാ പോകുന്നത്. ഇത് ടെസ്സിൻ, ഇത് ജ്യോതിക, പിന്നെ ഞങ്ങളുടെ ഒരു ജൂനിയർ ഉണ്ട് ഇവിടെ, ഷാഫി, അവൻ ഇവിടുന്ന് കണ്ടു കേട്ടോ. അപ്പൊ നമ്മളിതാ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ കയറി 90 രൂപയായി. നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. കാരണം ഞങ്ങൾ ഇതിന്റെ പണി തുടങ്ങുമ്പോൾ ഞാനും വിദ്യ ചേച്ചിയും കൂടെ പറയായിരുന്നു കേട്ടോ, നമുക്ക് ഇവിടെ വരണം എന്ന്. അവസാനം ഈ മഴക്കാലത്താണ് ഗൈസ് വരാൻ വേണ്ടി പറ്റിയത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ നഗരവനം എവിടെയാണ് വരുന്നത് വെച്ചാൽ നമ്മുടെ മൈസൂർ റോഡിൽ ഗാരേജിന് അങ്ങോട്ട് പോകുന്നതിൻ്റെ അവിടെയാണ്. ഞാൻ പണ്ട് ഇരുക്കൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കയറണം. പണ്ട് ഇത് ഫോറസ്റ്റ് ഓഫീസായിരുന്നു, നമുക്ക് ആർക്കും ഇങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ നഗരവനമാക്കിയിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കുമായിരുന്നു ഇതിനുള്ളിൽ എന്താ, കാരണം ഫുള്ളിങ്ങനെ കണ്ടോ കമ്പിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറാനൊന്നും പറ്റില്ലല്ലോ. പണ്ടിങ്ങനെ കയറണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ നഗരവനാക്കിയത് കൊണ്ട് നമുക്ക് കയറി കാണാം. എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടി. ഇതവിടെ ഏർമാടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കതിന് ഉള്ളിലോട്ട് കയറി നോക്കാം. പിന്നെ ഇതാ ഇവിടെ അതിൻ്റെ മുന്നിൽ തന്നെ ഒരു ചെറിയൊരു ടീക്കടയുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ല കട കാണാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ ഏർമാടത്തിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. മഴയുണ്ട്, വീഴുവോ നോക്കാം എന്തായാലും. ഇവിടെ കയറിയിട്ടുണ്ട്, ഇരുന്ന് കിടക്കുന്നു. ജ്യോതിക കയറി എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഏർമാടത്തിനുള്ളിൽ കയറിയിട്ട് ഇറങ്ങി. നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കട്ടെ ഗൈസ്. ഇവിടുന്ന് ഇതാണ് ഇവിടുത്തെ ചേച്ചി ഗൈസ്. ഇവിടെ എന്തൊക്കെ ചേച്ചിയുള്ളേ? ചൂടുള്ള പഴംപൊരി ഉണ്ടാക്കി തരും, ബിസ്ക്കറ്റ് പൊരി ഉണ്ടാക്കി തരും, ബ്രെഡ് പൊരി ഉണ്ടാക്കി തരും, ഉള്ളിവട ഉണ്ടാക്കി തരും, പത്താവരി ഉണ്ടാക്കി തരും, പരിപ്പുവരി ഉണ്ടാക്കി തരും, ഐസ്ക്രീം ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഈ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തരും. തണുപ്പൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ചോക്കോ ബാറുണ്ട്, മാംഗോ ബാറുണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്. ചേച്ചിന്റെ പേരെന്താ? എന്റെ പേര് ഷേർലി. ഇവിടെ ഇത് തുടങ്ങിയപ്പം 6 മാസമാവുന്നു. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ നന്നായിരിക്കുന്നു. നല്ല കഴിഞ്ഞ ദിവസമൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. പെരുന്നാളിന്റെ സമയത്തൊക്കെ മഴ ആയതുകൊണ്ട് കുറവാണല്ലേ? മഴ നമ്മുടെ സൂപ്പർ ചായയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സംഭാരം, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ആ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും കോഫി ഉണ്ടോ? കോഫി ഉണ്ട്, ബ്രൂ കോഫി ഉണ്ട്. 3 ബ്രൂ കോഫി എത്താൻ. കടി എന്തെങ്കിലും വേണം? നമുക്ക് ആ ചേച്ചി നല്ല ബ്രൂ കോഫി ഇട്ട് തന്നിട്ടുണ്ട്. നല്ല ചേച്ചി കേട്ടോ, നല്ല സംസാരമൊക്കെ. അവരത് അവിടുന്ന് കുടിക്കുന്നുണ്ട്. അവിടെ നല്ല ഏലക്കൊക്കെ ഇട്ട് നല്ല കോഫി. നമ്മളിപ്പോ ഇവിടുന്ന് പോവാണ്. ടാറ്റാ, ഇനി വരുമ്പോ കാണാം. ടാറ്റാ. നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങി. മഴ ചാറുന്നുണ്ട്, പക്ഷെ വലുതായിട്ട് മീൻസ് നമ്മൾ തന്നെ ചാൻസ് കുറവാ, കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുമേ. പുലി ഗൈസ്, ഇത് ഒറിജിനൽ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. മടിച്ചികളാണ് ഗൈസ്. ഞാൻ മാത്രമേ ഇവിടെ ഉഷാറായി നടക്കുന്നു. മുഖത്ത് വെള്ളം വീഴുന്നു. സത്യം പറഞ്ഞാല് ഇങ്ങനെ കാണുമ്പോ ഒരു പേടിയുണ്ട് ഇല്ലേ?
ഒരു ഇരുണ്ട സ്ഥലമാണ്, നമുക്കൊരു പേടിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോ ഒന്ന് പേടിച്ചു പോയിട്ടോ. കാണിച്ചു തരാം. നമ്മള് പെട്ടെന്ന് കയറി വരുമ്പോ അത് കാണുമ്പോ ശരിക്കും പേടിച്ചു പോയി. ഇത് കണ്ടോ, നമ്മള് പെട്ടെന്ന് അവിടുന്ന് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇത് കാണുക. അപ്പൊ നമ്മള് ഈ ശരിക്കും ഉണ്ടെന്ന് നമ്മള് മൂന്നുപേരും ഇങ്ങനെ നടക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ട്? നമ്മൾ എവിടെയെങ്കിലും പോയതോ ടൂർ പോയത് ഇല്ലേ? എനിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് സത്യം പെട്ടെന്ന് ഓർമ്മ. നമ്മൾ അവിടെ പോയപ്പം നമുക്ക് കുറെ കാണാനുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ഏറ്റവും കൂടുതൽ ഞങ്ങള് മൂന്നുപേരുമായിരുന്നു. പിന്നെ വേറെ നമ്മുടെ കൂടെ അബു ഉണ്ടായിരുന്നു. എവിടെന്നും എല്ലാ സ്ഥലത്തായാലും ലേറ്റ് ആയി ബസ്സിൽ കയറുന്നത് ഞങ്ങളായിരിക്കും. പിന്നെ ഏറ്റവും അവസാനം ഇറങ്ങുന്നത് നമ്മളായിരിക്കും. എന്റെ സർവേശ്വരാ. ഗൈസ്, ഇവിടെ പാമ്പിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടതല്ലേ ശരിക്കും പേടിക്കും. സീരിയസ് ആയി പറഞ്ഞു. കാരണം നമ്മൾ ഇതൊന്നും വിചാരിക്കാണ്ടാണ് ഇങ്ങോട്ട് നടന്നു വരുന്നത്. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ മഴക്കാലത്ത് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ ഇങ്ങനെ നടന്ന് കണ്ടിട്ട് പോവാന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ കയറി എവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. അവര് പിന്നെ അവിടെ ഊഞ്ഞാലിൽ കയറാൻ വേണ്ടി ടിഷ്യൂ ഒക്കെയാന്ന് തോന്നുന്നു എടുത്ത് വെക്കണുണ്ട്. പിന്നെ നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ, നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറി വരുമ്പോഴേ നമുക്ക് കുറച്ച് പേടിയാവത്തുള്ളൂ. കാരണം ഫുള്ള് മരങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ഇരുട്ട് പിടിച്ചൊരവസ്ഥ. പിന്നെ ഇപ്പം ഈ മഴക്കാലവും കൂടി ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പേടിയാവും. പക്ഷെ കൊള്ളാം. നല്ല കൊതുകുണ്ട് കേട്ടോ ഇവിടെ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല കൊതുകുണ്ട്. നമ്മളങ്ങനെ ഇവിടെ നഗരവനൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. പക്ഷെ നല്ല കൊതുകുണ്ട്. മഴക്കാലത്ത് ആരും വരരുത്. മഴക്കാലത്ത് ഞാൻ ആരും വരാൻ വേണ്ടി പറയുന്നില്ല. കഴിഞ്ഞ ഇതെങ്ങനെ കയറിപ്പോനി? ഈ വഴിയോ? ഓ, ഇവിടെ ഇതിന്റെ പണി ഇവിടെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ ഒരു ഗുഹ പോലെയൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ശരിക്കും പുറത്തോട്ട് ഇറങ്ങി വരണ വഴി. പക്ഷെ ഇവിടെ പണി നടക്കുന്നേ ഉള്ളൂ. നമുക്ക് ശൈലിൽ കൂടെ വേണം കയറി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളെന്തായാലും ഇപ്പം ഇവിടുന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മഴക്കാലത്ത് വരണ്ടെന്നാണ്. കാരണം നല്ല കൊതുകുണ്ട്. വരുന്നവർ ഫുൾക്കൈയൊക്കെ ഇട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നല്ല സ്ഥലമാണ്. മാനന്തവാടിക്കാരൊക്കെ എന്തായാലും വന്നൊന്ന് കണ്ടിരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ചായക്കടയുണ്ട് കേട്ടോ. എനിക്ക് ആ ചേച്ചീനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ലോണം സംസാരിക്കുന്ന ചേച്ചിയൊക്കെ. അപ്പോൾ നമ്മളിതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. എന്നാലും നമുക്കിനിയിപ്പം അടുത്തെങ്ങോട്ടാണ് നോക്കാം. നമ്മളിത് നഗരവനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മുടെ പഴശ്ശിക്കുടീരത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ആശുപത്രിൻ്റെ ഇങ്ങോട്ടാണ് കേട്ടോ പഴശ്ശിക്കുടീരം. നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാട്ടോ. ഇനി ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ LF-ൽ ഞങ്ങളൊക്കെ ഇവിടെ മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിലാണ് പഠിച്ചത്. ഇവരല്ല, ഞാൻ. അപ്പം ഞങ്ങള് രണ്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ടൂറാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരും. ഒരു ഐസ്ക്രീമും വാങ്ങിത്തരും. നല്ല രസം. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഞാൻ ഇവിടുന്ന് ഡാൻസിൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. ഇതാണ് നമ്മുടെ പഴശ്ശിരാജേൻ്റെ കുടീരം. ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ഗൈസ് പഴശ്ശിരാജേൻ്റെ കുടീരം. പഴശ്ശിക്കുടീരം. ഉള്ളിലോട്ട് ഇറങ്ങാട്ടോ. ഞാൻ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നല്ല രസമാണ് കാണാൻ. പഴയ സാധനങ്ങളൊക്കെ ഉള്ള കുറേ വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. എന്നാലും പിന്നെയും വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ഇവിടുത്തെ ഫസ്റ്റത്തെ റൂം തന്നെ കുറേ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് കൊട്ടാരങ്ങളുടെ. കണ്ടോ? പണ്ടിനുള്ളിൽ വേറെ എന്തൊക്കെയോ ഉള്ളത് പോലെ ഓർമ്മ. അപ്പം കുറച്ച് സാധനങ്ങൾ കാണാം.
അപ്പം പണ്ട് വന്നപ്പോ എനിക്ക് ഇപ്പോഴും കുറെ എന്തൊക്കെയൊക്കെയോ കത്തികളും സാധനങ്ങളൊക്കെ കുറെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇവിടെ കയറി കുറെ നേരം ഇങ്ങനെ ഇരിക്കുക. ഇതാണ് വലിയ പരിപാടി. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഡാൻസ് കളിക്കാൻ അടിപൊളിയാട്ടോ. ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടില്ല. നമ്മളിതിപ്പോൾ നമ്മുടെ പഴശ്ശിക്കുടി ഇറങ്ങാണ്ടിരിക്കുക കേട്ടോ. സമയം 2 മണി കഴിഞ്ഞു. അച്ഛനാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വേണം നൊവേനിക്ക് എന്തെങ്കിലും പോകാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് മലബാറിനകത്ത് കഴിക്കാമെന്ന് വിചാരിക്കണു. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ ബസ് കയറി വീട്ടിലോട്ടും ഞാനും എൻ്റെ വീട്ടിലോട്ടും. പ്ലീസ് ഇപ്പം നമുക്ക് നേരെ എന്തായാലും ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ നടന്നത് മലബാറിൽ എത്തിയിട്ട് റോഡ് പറഞ്ഞിട്ട് നല്ല വിശക്കുന്നുണ്ട്. എൻ്റെ വേറൊരു ഫ്രണ്ടാണ് കേട്ടോ, അത് അതുൽ. പിന്നെ ഇതാ അവിടെ ടെസിനുണ്ട്. പിന്നെ ഇതാ ജ്യോതി ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇപ്പൊ ഇതാ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ കാണുന്നത്